കൃഷ്ണ, എന്റെ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാൻ ഇപ്പൊ നീയേ ഉള്ളൂ. ഏതോ കാട്ടിലോ കടലിലോ വഴി തെറ്റി അലയും പോലെയാ ഇപ്പൊ എന്റെ ജീവിതം. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒന്നും അറിയുന്നില്ല. കണ്ണടച്ചാൽ പാവം എന്റെ നന്ദന്റെ മുഖം മനസ്സിൽ തെളിയുന്നത്. എല്ലാം കാണുന്നവനല്ലേ നീ. ഋഷിയുടെ കാര്യത്തിൽ അവന് സംഭവിച്ചത് ഒരബദ്ധമായിരുന്നു എന്ന് നീ കണ്ടു കാണുമല്ലോ. ഒരു ജീവൻ എടുക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല. അരുന്ധതി എന്റെ ശത്രുവാ, അതേസമയം അവളൊരമ്മയുവാ. 10 മാസം ചുമന്ന് പ്രസവിച്ച മകനെ കാണാതാകുമ്പോ അവളുടെ മനസ്സിൽ ആദ്യം എത്രയാണെന്ന് എനിക്കറിയാം. പക്ഷെ കൃഷ്ണ, ഞാൻ ഒരമ്മയാ. എന്റെ നെഞ്ചും മകനെ തന്നെ ഓർത്ത് നീറുക. പോലീസ് അവരുടെ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുക. ആ രീതിയിൽ നന്ദൻ ഇനി ഒരു പ്രയാസവും ഉണ്ടാവില്ല. പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ അവന് മാപ്പ് കിട്ടുക എന്നുള്ളതാ ഏറ്റവും പ്രധാനം. അവനോട് ദേഷ്യം കാണിക്കരുതേ കൃഷ്ണ. ഇവിടെ എന്റെ ഭർത്താവിനോടോ ദേവികയോടോ ആരോടും ഇത് തുറന്നു പറയാൻ വയ്യ. ആകെ മനസ്സ് തുറക്കാൻ എനിക്കുള്ളത് ഇപ്പൊ നീ മാത്രോ. നന്ദനെ കൈവിട്ട് കളയരുതേ കൃഷ്ണ. നീ അവനെ രക്ഷിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക. വിളക്കണഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ അപേക്ഷകളൊന്നും സ്വീകരിക്കില്ലെന്നാണോ കൃഷ്ണ? എന്റെ വെളിച്ചം കെടുത്തിക്കളയുമെന്നാണോ? ഇനിയും എന്നെ ഇരുട്ടത്ത് തന്നെ നിർത്താൻ പോവാണോ? എന്റെ നന്ദനെ രക്ഷിക്കണേ കൃഷ്ണ. അവനൊരാപത്തും വരുത്തരുതേ. എന്താ കുഞ്ഞേ? ഒന്നുമില്ല. ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനസ്സൊന്ന് പതറിപ്പോയി. നീ എപ്പോഴാ വന്നേ? കുറെ നേരമായോ? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. കുഞ്ഞിന്റെ വിഷമം എന്താ? അന്ന് പൂജ കഴിഞ്ഞത് പിന്നെ സമാധാനായതല്ലേ? നന്ദമോനും വിഷമം മാറി, കാര്യങ്ങളൊക്കെ നേരെയായി. പിന്നെ എന്തിനാ കുഞ്ഞെ സങ്കടം? എനിക്കറിയില്ല, ഒന്നും അറിയില്ല. നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ജീവിതത്തിൽ നടക്കുന്നത്. അത് കുഞ്ഞിന് ഇപ്പോഴാണോ മനസ്സിലാവുന്നേ? അതുമല്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നാ പിന്നെ ജീവിതത്തിന് എന്തെങ്കിലും രസം ഉണ്ടാവോ? പ്രയാസങ്ങൾ വരും കുഞ്ഞെ. പ്രയാസങ്ങൾ വരും. പക്ഷെ പ്രയാസങ്ങൾ മാത്രമേ വരൂ എന്നുള്ള സാഹചര്യത്തിൽ ആരും കരഞ്ഞു പോവില്ലേ ഭാർഗവി? എന്താ കുഞ്ഞെ, എന്താ സംഭവിച്ചത്? ഞാൻ പൊതുവെ ഒന്ന് പറഞ്ഞതാ. അല്ല, കുഞ്ഞിന്റെ മനസ്സിൽ എന്തോ നല്ല പ്രയാസമുണ്ട്. കുഞ്ഞു പറ. ഒന്നുമില്ല. ആ ഋഷിയുടെ കാര്യാണോ? എന്താ കുഞ്ഞെ? എന്താ? അല്ല, ഋഷിയുടെ കാര്യം പറഞ്ഞ് കുഞ്ഞിനും കുടുംബത്തെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഞങ്ങളെ എന്തിനു കുറ്റപ്പെടുത്തണം? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? എന്താ കുഞ്ഞെ?
ആരെങ്കിലും കുറ്റം ചെയ്തു എന്ന് പറഞ്ഞോ? ഞാൻ ചോദിച്ചതല്ലേ. എ, ഇല്ല, അങ്ങനൊന്നുമില്ല. ഏതായാലും ഞാനൊരു കാര്യം പറയാം കുഞ്ഞെ. എന്താ? എത്ര അന്വേഷിച്ചിട്ടും ഋഷിയെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലല്ലോ. ആ, അപ്പൊ പിന്നെ അവനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അവൻ തീർന്നു. എന്താ പറഞ്ഞേ? ഇപ്പൊ പത്രത്തിലൊക്കെ കാണാറില്ലേ, വൈരാഗ്യങ്ങൾ വന്നു കയറുമ്പോ ഓരോരുത്തർ കാണിച്ചു കൊടുക്കുന്നൊക്കെ. ആരും ആരെയും കൊല്ലും. അങ്ങനെ ഇവനോടുള്ള പകയിൽ ആരോ ഒരാള് ഇവനെ തട്ടിയതാവും. മതി. എന്താ കുഞ്ഞ്? എനിക്കതിനെ കുറിച്ചൊന്നും കേൾക്കണ്ട. തലവേദന എടുക്കുന്നു. ഭാർഗവി പൊയ്ക്കോ. എന്താ വല്ലാതെ തോന്നണെങ്കി ഡോക്ടറെ കാണാൻ പോവാം. ഞാൻ നന്ദമോനെ വിളിക്കണോ? എനിക്കൊന്നും വേണ്ട. എനിക്കൊന്ന് കിടക്കണം. ഭാർഗവി പൊയ്ക്കോ, പിന്നെ കാണാം. എന്ത്